ഹായ് ഗേസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വലിയൊരു സ്കാം അലേർട്ടുമായിട്ടാണ്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ മെഡിക്കൽ പഠനത്തിനായി പോകുന്ന കസാഖിസ്ഥാനിൽ തന്നെ വേൾഡ് റാങ്ക് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ചില വിദ്യാർത്ഥികൾ നമ്മളെ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനിരിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലെറ്റർ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഇത് നമ്മളുടെ വിദ്യാർത്ഥികൾ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ലഭിച്ചിരിക്കുന്ന ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ലഭിച്ച അഡ്മിഷൻ ലെറ്ററാണ് ഈ കാണുന്നതൊക്കെ. ഇത്തരത്തിലുള്ള അഡ്മിഷൻ ലെറ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 ആഴ്ചത്തോളമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പല വിദ്യാർത്ഥികൾക്കും. എന്നാൽ ഇപ്പോഴും ചില വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അഡ്മിഷൻ ലെറ്റർ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് 5 വർഷ കോഴ്സിന്റെ പേരിലാണ് പലർക്കും പല ആൾക്കാരും വാഗ്ദാനം ചെയ്ത 5 വർഷത്തെ ഫീസ് മാത്രമേ നിങ്ങൾ അടക്കേണ്ടതുള്ളൂ എന്നാണ്. എന്നാൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ അഡ്മിഷൻ ലെറ്ററിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ അഡ്മിഷൻ ലെറ്ററിൽ താഴത്ത് കാണിക്കുന്നത് ദ ടേം ഓഫ് സ്റ്റഡി ഈസ് 6 years ഇൻക്ലൂഡിംഗ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഫീ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് 30 lakh ടെങ്കി പെർ ഇയർ. അതായത് 6 വർഷവും നിങ്ങൾ കൃത്യമായിട്ട് 30 ലക്ഷം ടെങ്കി, അതായത് ഇന്ത്യൻ രൂപ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 4,80,000 രൂപ നിങ്ങൾ എല്ലാ വർഷവും 6 വർഷം ഫീസ് അടച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ വാങ്ങി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഏറ്റവും താഴത്തുള്ള ഇതുപോലെ QR കോഡുകൾ അഡ്മിഷൻ ലെറ്ററിൽ ഉണ്ടാവും. അത്തരം QR കോഡുകൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവുകയും നിങ്ങളുടെ അഡ്മിഷൻ ലെറ്ററിന്റെ യഥാർത്ഥ ഫയൽ നിങ്ങൾക്ക് അതിന് ലഭിക്കുകയും ചെയ്യും. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങളെ ഡയറക്റ്റ് ആയിരിക്കും അറിയിക്കുക. അത് നിങ്ങളുടെ മെയിൽ വഴിയായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുക. യാതൊരു കാരണവശാലും ഏജൻസികൾ വഴിയായിരിക്കില്ല ഇൻഫർമേഷൻ ലഭിക്കുക. അപ്പോൾ ഈ പറയുന്ന ഒക്ടോബർ 7 മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥികളും, കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്കും IELTS ബാധകമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു IELTSമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ അത് ക്വാളിഫൈഡ് ആവേണ്ട ആവശ്യമോ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന രീതിയിൽ അഡ്മിഷൻ ലെറ്റർ കിട്ടാത്തൊരു സാഹചര്യമോ കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ ലഭിക്കാതെ നിൽക്കുന്ന സാഹചര്യമാണ്, തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ അഡ്മിഷൻ ലെറ്റർ വിത്തിൻ 2 ഡേയ്സിനടുത്ത് നമ്മൾക്ക് എടുത്തു തന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.